നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതിജീവിതമാരുടെ ലിസ്റ്റ് നീളുകയാണ്. ഒന്നും അവസാനിക്കുന്നില്ല, എല്ലാം തുടങ്ങുന്നതേയുള്ളൂ. രാഹുലിനെതിരെ അടുത്ത പരാതിക്കാരി ഉടൻ കളത്തിലേക്ക് വരും. CPMന്റെ ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ നമ്മൾ കണ്ടിരുന്നു. അതായത് രാഹുലിനെതിരെ ഇനിയും അതിജീവിതമാർ രംഗത്തേക്ക് വരാനുണ്ട്, പോക്സോ കേസ് വരെ ഉണ്ട് എന്നൊക്കെയായിരുന്നു ഈ പോസ്റ്റുകളിലൂടെയൊക്കെ ഉണ്ടായിരുന്നത്. രാഹുലിനെതിരെ കൃത്യമായ ഒരു ഗൂഢാലോചന ഇപ്പോൾ നടക്കുന്നു എന്ന് വെളിപ്പെടുത്തി അഡ്വക്കേറ്റ് ദീപ ജോസഫ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത അതിജീവിത രംഗപ്രവേശം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ദീപ വ്യക്തമാക്കുന്നത്. കാനഡക്കാരി കഴിഞ്ഞു, അടുത്തത് ദുബായ്ക്കാരി എന്ന് ദീപ വ്യക്തമാക്കുകയും ചെയ്യുന്നു. രാഹുലിനെ തീർക്കാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ അതിജീവിതമാരുടെ ഒരു ഒഴുക്കുണ്ടായിരിക്കുമെന്നും രാഹുൽ ഏറ്റവും ശ്രദ്ധയോടെ കാത്തിരിക്കണമെന്നുമാണ് ഇപ്പോൾ ദീപ ജോസഫ് വ്യക്തമാക്കുന്നത്. ദീപ തന്റെ ഫേസ്ബുക്കിലാണ് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും മാധ്യമങ്ങളിൽ വന്നിട്ടില്ല. ദീപയുടെ ഫേസ്ബുക്കിലാണ് ഈ ഒരു വിവരമുള്ളത്. ഇനിയിപ്പോൾ പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ പോലീസിന് കിട്ടിക്കഴിഞ്ഞ് രംഗം കൊഴുപ്പിക്കാൻ കാത്തിരിക്കുകയായിരിക്കും മാധ്യമങ്ങൾ എന്നുള്ള വിമർശനം ശക്തമാകുന്നു. നമുക്ക് ആദ്യം ദീപയുടെ ആ പോസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം മറ്റു ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേരളം വ്യാജ അതിജീവിതമാരുടെ നാടാകുന്നു. എനിക്ക് കിട്ടിയ അറിവുകൾ ശരിയാണെങ്കിൽ അടുത്ത അതിജീവിത കളത്തിലേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നു. അതും ദുബായ് ബേസ് ആണ്. ഇലക്ഷൻ വരെ ഇങ്ങനെ നീളും, അത് കഴിഞ്ഞാൽ കെട്ടടങ്ങും. തിരക്കഥ റെഡിയാണ്. പലരുടെയും ഔദാര്യം കൊണ്ട് ചെറ്റക്കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തിയ കെട്ടിയോനെ കൂട്ടത്തിൽ നിർത്താതെ നാട്ടിലെ കൊട്ടാരം നോക്കാൻ ഏൽപ്പിച്ച് ദുബായിൽ വിലസുന്ന ആളാണ് അടുത്തതായി അരങ്ങിലേക്ക് വരാൻ പോകുന്നത്. ഉടനെ തിരശീല പൊങ്ങും. ബഹുമാനപ്പെട്ട കേരളം ഹൈക്കോടതി സ്വദേശത്തും പ്രവാസത്തുമുള്ള മലയാളികൾക്ക് വല്ലാത്ത നാണക്കേടായി മാറിയിരിക്കുന്ന ഈ സമ്പ്രദായം ഒന്ന് നിർത്തലാക്കാൻ വേണ്ട സത്വര നടപടികൾ എടുക്കാൻ കനിയണം. വ്യാജരെ നിർവ്യാജ്യം അകത്തിടാൻ പോലീസിന്റെ സഹായം ഉണ്ടാകണം. എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണിത്. ഒരു പണിയുമില്ലാത്ത, സത്യസന്ധത തൊട്ട് തേച്ചിട്ടില്ലാത്ത മീഡിയയും സജീവമാകും. അഭിഭാഷകയായ ഞാൻ സത്യം തുറന്നു കാണിക്കാൻ നീതിക്ക് കൂട്ടുനിന്നിട്ട് മീഡിയ വാർത്ത കണ്ട് പകച്ചത്. ഞാനൊരു അതിജീവിതയായി ആരുടെയൊക്കെയോ ഗർഭം അലസിപ്പിച്ചു, ആർക്കൊക്കെയോ എതിരെ പരാതി കൊടുത്തു, മാനം പോയ പോലെ ആക്കിയ മീഡിയ അറ്റാക്കിന് നമോഭാഗം. യഥാർത്ഥ അതിജീവിത ഇന്നും വെളിയിൽ നീതിക്കായി അലയുന്നു. കാരണം അവർ പെയ്ഡ് സർവീസിൽ വന്നവളായിരുന്നില്ല. പീഡകൻ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളും. പീഡകരെ മന്ത്രിയും MLAയുമാക്കി വാഴിക്കുന്ന പാർട്ടിയും സർക്കാരും യഥാർത്ഥ അതിജീവിതമാരെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ആൾക്കൂട്ട അറ്റാക്കിലൂടെ നിശബ്ദയാക്കുന്നു. ഇതായിരുന്നു ദീപ ജോസഫ് പങ്കുവച്ച ആ ഒരു കുറിപ്പ്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, കാനഡക്കാരി കഴിഞ്ഞു, അടുത്തത് ദുബായ്ക്കാരിയാണ് എന്നുള്ളത്. ഏറ്റവും വേഗത്തിൽ തന്നെ ഈ പരാതിക്കാരി രംഗത്തേക്ക് വരും എന്നും ദീപ ജോസഫ് പറയുകയാണ്. ദീപയുടെ ഈ പോസ്റ്റിന് താഴെ ഒന്ന് രണ്ട് കമന്റ് ഉണ്ട്. അതിങ്ങനെയാണ്: ഇനി ഒരു രതിജീവിത ഇറങ്ങിയാൽ നാട്ടുകാർ കൈവച്ച് അത് അവസാനിപ്പിക്കേണ്ടി വരും. രതിജീവിതമാരെ മാത്രമല്ല, അവർക്ക് കുഴലൂതി കുഴലുമായി വരുന്ന നാണവും മാനവും കെട്ട മാധ്യമങ്ങളെയും തെരുവിൽ കൈകാര്യം ചെയ്യണം. അതായത് ജനങ്ങൾ പൊട്ടിത്തെറിക്കുകയാണ്. ഭരണകൂടത്തിനെതിരെയും പോലീസിനെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും രാഹുൽ വിഷയത്തിൽ ജനങ്ങൾ പൊട്ടിത്തെറിക്കുന്നു. മാധ്യമങ്ങളാണ് ഇത് ഊതിപ്പെരുപ്പിക്കുന്നതെന്നും മാധ്യമങ്ങളുടെ വാർത്തകൾക്കും റൂട്ട് മാപ്പിനും അനുസരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് എന്നൊക്കെയുള്ള വലിയ പരിഹാസം ഇപ്പോൾ ശക്തമാകുകയാണ്. ദീപ ജോസഫ് പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? എന്തായാലും ഇതുവരെ അങ്ങനെ ഒരു അതിജീവിത രംഗത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഉടൻ വരുമെന്ന് ദീപ പറയുന്നു. മാധ്യമങ്ങൾ ദീപയുടെ ഈ പോസ്റ്റിനെ കുറിച്ച് വാർത്തകൾ കൊടുക്കാനൊന്നും തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ ഇതിലൊരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. മാധ്യമങ്ങളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അടുത്ത അതിജീവിതയുടെ കാര്യത്തിൽ രാഹുലിനെ വീണ്ടും പൂട്ടിക്കെട്ടി അകത്തിടാനുള്ള തിരക്കഥയാണ് മാധ്യമങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ പോസ്റ്റിന് താഴെ, ദീപയുടെ പോസ്റ്റിന് താഴെ പലരും കമന്റുകൾ ഇടുന്നുണ്ട്. നമുക്കറിയാം, ദീപ ജോസഫ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പലയിടത്ത് സംസാരിച്ചിട്ടുള്ള ആളാണ്. അതിജീവിതമാരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അതിരുവിട്ടു പോകുന്ന ചില പോസ്റ്റുകളൊക്കെ ദീപ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സുപ്രീം കോടതിയിൽ നിന്ന് വലിയ വിമർശനമാണ് ദീപയ്ക്ക് കേൾക്കേണ്ടി വന്നത്. അതായത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഈ ദീപ ജോസഫ് ചില പോസ്റ്റുകൾ പങ്കുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം പരാതിക്കാരി കേസ് കൊടുത്തിരുന്നു. ദീപ ജോസഫ് പിന്നീട് ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചിരുന്നു. ഇത് മാത്രമല്ല, ദീപ ജോസഫ് ഈ വിഷയത്തിൽ സുപ്രീം
കോടതിയിൽ വരെ പോയൊരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇത് വാദത്തിനെടുത്തപ്പോഴായിരുന്നു സുപ്രീം കോടതി വലിയ വിമർശനമായിരുന്നു ദീപ ജോസഫിന് നേരെ നടത്തിയത്. ഇപ്പോൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് വീണ്ടും അതിജീവിതയെ അപമാനിച്ച് ദീപ രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇതുവരെ അടുത്ത പരാതിക്കാരി രംഗത്തേക്ക് വന്നിട്ട് പോലുമില്ല, എന്നിട്ടും ചാടി പിടിച്ച് CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ദീപ ജോസഫിന് നേരെ വലിയ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ നിന്ന് ദീപ ജോസഫിനെ വലിയ വിമർശനം നേരിട്ടിരുന്നല്ലോ. ആ വിവരങ്ങൾ കൂടി പുറത്തു വിട്ടുകൊണ്ടാണ് ഇപ്പോൾ CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ കളം നിറഞ്ഞിരിക്കുന്നത്. ദീപ ജോസഫ് അതിജീവിതയെ അപമാനിച്ചു, അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു എന്നൊക്കെയായിരുന്നു വിമർശനം. ഈ വിഷയത്തിൽ ദീപ ജോസഫിന് സുപ്രീം കോടതിയിൽ നിന്ന് കടുത്ത വിമർശനവും തിരിച്ചടിയുമാണ് ഉണ്ടായത്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ടും അതിജീവിതയെ വ്യക്തിഹത്യ ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. അവിടെ നടന്ന വാദത്തിന്റെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ CPMന്റെ ചില സൈബർ ഗ്രൂപ്പുകൾ പോസ്റ്റിട്ട് കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ദീപയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയല്ലേ, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുന്നു? ഇത്തരമൊരു ഭാഷ ഞങ്ങൾ അത് ഉറക്കെ വായിക്കണോ? ഇതൊരു പുരുഷനായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ എഴുതി കൂട്ടിയതിന് ഞങ്ങൾ അയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. ജസ്റ്റിസ് ബാഗ്ജി ദീപ ജോസഫിനെ വിമർശിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ്: നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണോ ഈ വ്യവഹാരം നടത്തുന്നത്, അതോ ഇത്തരം കാഴ്ചപ്പാടുകൾക്ക് പ്രചാരണം നൽകാനാണോ? ഇതൊരു ക്രിമിനൽ കേസാണ്. ഇത് ഹൈക്കോടതി പരിഗണിക്കേണ്ട നല്ലൊരു കേസാണ്. ഞങ്ങൾക്കിത് നിലവിൽ പരിഗണിക്കാൻ കഴിയില്ല. ദീപ ജോസഫ് കോടതിയിൽ പറയുന്നു, ഇതൊരു മാനനഷ്ട കേസാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ. അപ്പോൾ ജസ്റ്റിസ് ബാഗ്ജി വീണ്ടും ഇടപെടുന്നുണ്ട്: ഒരു സ്ത്രീ എന്ന നിലയിൽ മറ്റ് സ്ത്രീകൾക്കെതിരെ നിങ്ങൾ എങ്ങനെയുള്ള വാക്കുകളാണ് എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ബെഞ്ച് ഹർജി പരിഗണിക്കാൻ വിസമ്മതിക്കുകയും ഹർജിക്കാരനോട് ഹൈക്കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. അതായത് വലിയ വിമർശനം ദീപ ജോസഫിന് കേൾക്കേണ്ടി വന്നു. അതായത് രാഹുൽ വിഷയത്തിൽ ദീപയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്നാണ് ഈ സൈബർ ഗ്രൂപ്പുകൾ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവം. ദീപ ജോസഫ് രാഹുലിനെ പിന്തുണച്ചതുകൊണ്ട് സുപ്രീം കോടതി അവരെ ചവിട്ടി പുറത്താക്കിയെന്നല്ല ശരിക്കുള്ള വസ്തുത. അതായത് ദീപ ജോസഫ് പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ ഉപയോഗിച്ച വാക്കുകളാണ് സുപ്രീം കോടതിയെ ദേഷ്യം പിടിപ്പിച്ചത്. അതായത് ഒരു സ്ത്രീക്ക് നേരെ മറ്റൊരു സ്ത്രീ ഇങ്ങനെയുള്ള വാക്കുകളാണോ പ്രയോഗിക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചത്. അല്ലാതെ രാഹുൽ കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിലല്ല കോടതി സംസാരിച്ചത്. അവരുടെ രീതിയെക്കുറിച്ചാണ്, അതായത് ആ പോസ്റ്റ് ഇട്ട രീതിയെക്കുറിച്ചാണ് വലിയ വിമർശനങ്ങൾ വന്നത്. അത് ശരിയാണ്, ദീപയുടെ വാക്കുകൾ അതിര് വിട്ടുപോകുന്ന തരത്തിലുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ പോസ്റ്റ്, ആ സുപ്രീം കോടതി ദീപയെ പൊളിച്ചടുക്കിയ ആ ഒരു വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ കളം നിറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂടെയാണ് അടുത്ത അതിജീവിതയെ അപമാനിക്കാനുള്ള നീക്കവുമായി ദീപ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ സൈബർ ഗ്രൂപ്പുകൾ പലതും പടച്ചുവിടുന്നത്. അപ്പോൾ അടുത്ത അതിജീവിത രംഗത്തേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുന്നുവെന്ന് CPMന്റെ സൈബർ ഗ്രൂപ്പുകൾക്ക് അറിയാം. അതെങ്ങനെ അറിയാമെന്നുള്ള ചോദ്യമാണ് ഈ സൈബർ ഗ്രൂപ്പുകൾക്ക് നേരെ ഇപ്പോൾ ശക്തമാകുന്നത്. എന്തായാലും വീണ്ടും ഒരു പരാതിക്കാരി രംഗത്തേക്ക് വരാനിരിക്കുന്നു എന്നുള്ളത് ഈ സൈബർ ഗ്രൂപ്പുകളുടെ ഈ ഒരു തിടുക്കപ്പെടൽ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പോസ്റ്റുകൾക്ക് താഴെയും സൈബറിടം കത്തുന്ന ചർച്ചകളും ഒക്കെയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ദീപ ജോസഫ് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും രാഹുൽ കോടതിയിൽ അയാൾ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്: ഞാൻ നിയമപരമായി തെറ്റുകാരനല്ല. ധാർമ്മികത മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ നിയമപരമായി താൻ തെറ്റുകാരനല്ല. ഈ പറയുന്ന സ്ത്രീകളും ഒക്കെ ആയിട്ട് അയാൾക്ക് ബന്ധമുണ്ടെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞാൻ ആരെയും പീഡിപ്പിക്കാൻ പോയിട്ടൊന്നുമില്ല എന്ന് രാഹുൽ പറഞ്ഞു വെക്കുകയാണ്. കോടതിയിൽ നിന്നും നമ്മൾ കേട്ട ആ ഒരു ശബ്ദം അത് തന്നെ ആയിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത് എന്തായിരുന്നു? പീഡിപ്പിച്ച ഒരാളുമായിട്ട് വീണ്ടും എങ്ങനെ സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ കോടതി ചോദിച്ചപ്പോൾ അത് അതിജീവിതമാർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം തന്നെ ആയിരുന്നു. ഇതിനിടയിലാണ് രാഹുലിനെതിരെ വീണ്ടും ചില പരാതിക്കാരികൾ രംഗത്തേക്ക് വരാനിരിക്കുന്നു. കാനഡക്കാരി കഴിഞ്ഞു, അടുത്തത് ദുബായ്ക്കാരിയാണ്. രാഹുൽ ഈ വിദേശത്തുള്ള മലയാളി പെണ്ണുങ്ങളുമായിട്ടാണോ ബന്ധം സ്ഥാപിക്കുന്നത്? അപ്പോൾ ഈ വിദേശത്തുള്ള മലയാളി പെണ്ണുങ്ങളൊക്കെ ഇത്രത്തോളം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണോ എന്നൊക്കെ വലിയ വിമർശനങ്ങൾ, അവരെ പരിഹസിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും കമൻറ്റുകളും നിറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ അടുത്തതായി വരാൻ പോകുന്ന പരാതിക്കാരിയും വിവാഹിതയാണ് എന്നുള്ള ഒരു വിവരവും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ദീപ ജോസഫ് പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ അറിയാം. ഏതായാലും രാഹുലിൻ്റെ അതിജീവിതമാരുടെ എണ്ണം നീളുകയാണ്. പക്ഷേ രാഹുലിന് ഒരു കൂസലുമില്ല. അയാൾ ഇപ്പോഴും
ചിരിച്ച മുഖത്തോടെ നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.